നമസ്കാരം. കണ്ണൂരി അടിയുമായിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തെക്കുറിച്ച്, അതിന്റെ മരണകാരണത്തെക്കുറിച്ചൊക്കെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ കൊലപാതകമാണ് എന്നതിനെക്കുറിച്ച് യാതൊരു തെളിവും ഇല്ല എങ്കിൽ, എന്നാൽ പോലീസിന്റെ ഭാഗത്ത് വന്നിട്ടുള്ള അബദ്ധം, അല്ലെങ്കിൽ അവർ മറച്ചു വെക്കാൻ ശ്രമിച്ചത്, അല്ലെങ്കിൽ ഒരു പോലീസുകാരൻ സത്യസന്ധമായി പെരുമാറിയത്, അതല്ലെങ്കിൽ ഡോക്ടർ അത് കണ്ടില്ല എന്ന് നടിച്ചത്, അത്തരത്തിലുള്ള ധാരാളം വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. എന്നാൽ അതിനെയൊക്കെ മറയ്ക്കാൻ വേണ്ടി പുതിയ വാദഗതികളും വരുന്നുണ്ട്. അതിലൊന്നാണ് കഴിഞ്ഞ ദിവസം നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിൽ നിന്ന് ചോര കണ്ട വിവരം പുറത്തു വന്നിരുന്നത്. അത്തരത്തിൽ ചോര കണ്ടിരുന്നു, ചോര ഉണ്ടായിരുന്നു അടിവസ്ത്രത്തിൽ എന്ന് പോലീസ് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരുന്നത്. എന്നത് പൈൽസിൻ്റെതാണെന്നും അതുപോലെ മറ്റു രോഗങ്ങളുടേതാണെന്നും ഒരു വാദഗതി വെച്ചുകൊണ്ട് അതിനെ മറികടക്കാൻ ശ്രമിച്ചെന്ന് കണ്ടു. പക്ഷെ അവിടെയും ഉണ്ടൊരു കുഴപ്പം. ADM നവീൻ ബാബുവിന്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അത്തരത്തിലുള്ള യാതൊരു കുഴപ്പവുമില്ല, നോർമലാണ് എന്ന് റിപ്പോർട്ട് എഴുതി വെച്ചിട്ടുണ്ട്. രണ്ട് കാര്യങ്ങളാണ് അത് മനസ്സിലാക്കേണ്ടത്. ഒന്നുകിൽ നവീൻ ബാബുവിന്റെ ബ്ലഡ് മർദ്ദനത്തെ തുടർന്ന് പുറത്തേക്ക് വന്നു, അതല്ലെങ്കിൽ മറ്റാരുടെയോ ബ്ലഡാണ്. മറ്റാരുടെയോ ബ്ലഡാണ് എന്ന് പറഞ്ഞാലും, നവീൻ ബാബുവിന്റെ ശരീരത്തിൽ നിന്ന് വന്നിരുന്ന ബ്ലഡാണ് എന്ന് പറഞ്ഞാലും കുടുങ്ങുന്നത് ഇവിടെ കുറ്റവാളി പോലീസ് തന്നെയാണ്. ഒരു കൊലപാതകത്തിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത്. നവീൻ ബാബുവിന്റെ ബ്ലഡ് അല്ല എന്ന് വാദഗതി ഉന്നയിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആരുടെ എന്ന് പറയേണ്ടി വരും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രധാന തെളിവുകളൊന്നും തന്നെ ഫോറൻസിക് പരിശോധനയ്ക്ക് കൊടുത്തിരുന്നില്ല എന്നാണ്. നവീൻ ബാബുവിന്റെ ഫോൺ പോലും ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരുന്നില്ല. കഴിഞ്ഞ ദിവസം കോടതി അന്വേഷണ റിപ്പോർട്ട്, പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് ഡയറി ചോദിച്ചതിന് ശേഷം മാത്രമാണ് കോടതിയിൽ ഹാജരാക്കിയത്. ഒരുപക്ഷെ ഇനിയായിരിക്കും ഫോറൻസിക് പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് അയക്കുക. അതുപോലെ തന്നെയാണ് നവീൻ ബാബുവിന്റെ ചോര പുരണ്ട ഈ അണ്ടർവയറിന്റെ കാര്യം. അത് നവീൻ ബാബുവിന്റെ രക്തമാണ് അല്ല എന്നൊക്കെ വാദഗതികൾ പറയുമ്പോൾ അതും ഫോറൻസിക് പരിശോധനയ്ക്ക് പോയിട്ടില്ല. ഫോറൻസിക് പരിശോധനയ്ക്ക് പോയി വന്നാൽ മാത്രമാണ് നവീൻ ബാബുവിന്റെ ബ്ലഡ് ആയിരുന്നു എന്ന് പറയാൻ കഴിയുക. അതല്ലെങ്കിൽ പിന്നെ ആരുടേത് എന്ന് പറയാൻ കഴിയുക. അപ്പോൾ സ്വാഭാവികമായും ദുരൂഹതകൾ ഓരോ ദിവസവും കൂടിക്കൂടി വരികയാണ്. അടിമുടി ദുരൂഹതയാണ്. ഒന്നുകൂടി നമുക്കതിൽ ചേർത്ത് പറയേണ്ടി വരും. നവീൻ ബാബുവിന്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാർ ആരൊക്കെയായാലും അവർ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് നോക്കിയിട്ടില്ല എന്ന് തന്നെയാണ്. പ്രാഥമികമായി ബോഡി ഇഞ്ചോടിഞ്ച് പരിശോധിച്ച് ഇൻക്വസ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ അത് പരിശോധിച്ചിട്ട് അതിനനുസരിച്ചാണ് പോസ്റ്റ്മോർട്ടത്തിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. എവിടെയെങ്കിലും ഇഞ്ചുറി ഉണ്ടോ, മറ്റെന്തെങ്കിലും പാടുകൾ എവിടെയെങ്കിലും കണ്ടതായിട്ട് എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ഭാഗത്ത് വിശദമായ എക്സാമിനേഷൻ അവർക്ക് സാധ്യമാകും. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അവർക്ക് കൊടുക്കാൻ സാധിക്കും. ഇവിടെ പോലീസ് ഇൻക്വസ്റ്റ് നടത്തിയിട്ടുള്ള ആ റിപ്പോർട്ട് പോലും സർജൻ നോക്കിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഇവിടെ നവീൻ ബാബുവിന്റെ മരണം ലഘൂകരിച്ചുകൊണ്ടൊരു ആത്മഹത്യയാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുമ്പോൾ നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിൽ നിന്ന് ലഭിച്ച ചോരയുടെ രക്തത്തിന്റെ കാര്യം കൂടി കൃത്യമായി ഒന്ന് വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് പോസ്റ്റ്മോർട്ടത്തിലും വ്യക്തതയില്ല, ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലും വ്യക്തതയില്ല, അതുപോലെ അന്വേഷണത്തിലും വ്യക്തതയില്ല. അപ്പോൾ സ്വാഭാവികമായും വലിയ സംശയമാണ് ഉയരുന്നത്. നവീൻ ബാബുവിന്റെ ബ്ലഡ് അല്ല എന്ന് പറയുമ്പോൾ പിന്നെ ആരുടേതാണ്? എങ്ങനെയാണ് അത് അവിടെ വന്നത്? നമ്മുടെ ശരീരത്തിന്റെ മറ്റേതെങ്കിലും അവയവത്തിൽ ഇടുന്ന ഒരു വസ്ത്രമല്ല അണ്ടർവെയർ എന്ന് പറയുന്നത്. അത് ആ ഭാഗത്ത് മാത്രം ഇടുന്നതാണ്. അവിടെ നിന്ന് ഊരി മറ്റെവിടെയെങ്കിലും ഉള്ള ബ്ലഡ് തുടച്ച ശേഷം വീണ്ടും വലിച്ചു കയറ്റി എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ എന്തൊക്കെയോ ദുരൂഹതകൾ അവിടെ നടക്കുന്നുണ്ട്. ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ പൊന്തി വരുമ്പോൾ ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നവീൻ ബാബുവിന്റെ ഈ അടിവസ്ത്രത്തിൽ പുരണ്ട ചോരയുടെ കാര്യം. അടിവസ്ത്രത്തിൽ ഇങ്ങനെ ചോര ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അന്വേഷണ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കോടതിയിൽ പോലീസ് അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇത് പുറത്തു വരുന്ന വിവരങ്ങളാണ്. അതായത് പുറത്തു വന്നിട്ടുള്ള വ്യക്തമായി പോലീസ് രേഖപ്പെടുത്തിയിട്ടുള്ള വിവരങ്ങൾ പോലും ഒരു കൊലപാതക സൂചനയിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു സൂചന പോലും പോലീസ് കോടതിയിലേക്ക് എത്തിച്ചില്ല എന്ന് പറയുമ്പോൾ അടിമുടി ദുരൂഹത നിറഞ്ഞതാണ്. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നത് കേവലം ഒരു ആത്മഹത്യയല്ല, PP ദിവ്യയുടെ പ്രസംഗം കേട്ടിട്ടല്ല, ആക്ഷേപം കേട്ടതിനു ശേഷം വന്ന് ചെയ്തൊരു ആത്മഹത്യയല്ല, അത് ഈ കൊലപാതകത്തിന്റെ പ്രാഥമികമായ പാഠമായിരുന്നു. അങ്ങനെ തന്നെ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾ വിവരം അറിയുമെന്ന്, അതായത് PP ദിവ്യയ്ക്ക് ഈ കൊലപാതകത്തെക്കുറിച്ച് വളരെ വ്യക്തമായി വിവരം അറിയാമായിരുന്നു എന്ന് വേണം കരുതാൻ. ഇതിൽ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കുകയാണ്. അതായത് നവീൻ ബാബുവിന് കണ്ണൂർ ലോബിയുടെ ആ പ്രവർത്തനങ്ങളെക്കുറിച്ച്, അവരുടെ ഇടപാടുകളെക്കുറിച്ച്, ബിനാമി ഇടപാടുകളെക്കുറിച്ച്, പമ്പുകളുടെ ഇടപാടുകളെക്കുറിച്ച്, അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ വ്യക്തമായി അറിവുണ്ടായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് നവീൻ ബാബു എന്ന ആ വ്യക്തി ഇതിനു മുമ്പ് തന്നെ അവിടെ നിന്ന് സ്ഥലം മാറി പോകേണ്ടതായിരുന്നു. പക്ഷെ അദ്ദേഹം സത്യസന്ധനാണ്. അതുകൊണ്ട് തന്നെ താങ്കൾ കുറെ കാലം കൂടി ഇവിടെ ഇരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും കണ്ണൂരിൽ തന്നെ ADM തുടരാൻ നിർബന്ധിച്ച് അവിടെ നിലനിർത്തിയതിന്റെ ഉദ്ദേശം തന്നെ അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയായിരുന്നു എന്ന് വേണം സംശയിക്കാൻ. കാരണം ഇത് ഇന്നോ ഇന്നലെയോ ഒന്നോ രണ്ടോ മാസം കൊണ്ട് തുടങ്ങിയതല്ല ഇദ്ദേഹത്തെ അപായപ്പെടുത്താനുള്ള
ഒരു സാഹചര്യം എന്ന് പറയുന്നത്. അതിന് വ്യക്തമായ കൃത്യമായ ഒരു സാഹചര്യം ഒരുങ്ങുന്നതിന് അവർ കാത്തിരുന്നു എന്ന് വേണം ഇപ്പൊ സംശയിക്കാൻ, അല്ലാതെ മറ്റൊരു മാർഗമില്ല. അതുകൊണ്ടാണ് PP ദിവ്യയുടെ ഈ സംസാരം കഴിഞ്ഞതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ അദ്ദേഹത്തിന്റെ മരണം ഉറപ്പിക്കുന്നത്. നോക്കൂ, അദ്ദേഹം ഈ PP ദിവ്യ പറഞ്ഞ പ്രകാരമാണെന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് തന്നെ ഫയൽ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ ടേബിളിന് മുകളിലേക്ക് വന്നിട്ടുള്ള ഫയൽ കൃത്യമായി അദ്ദേഹം ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഒപ്പിട്ട് കൊടുത്ത ശേഷമാണ് അദ്ദേഹത്തെ കുറിച്ച് പരാതി കൊടുക്കുന്നത്. ഡേറ്റുകളൊക്കെ അങ്ങനെയാണ് മനസ്സിലാകുന്നത്. അത് മാത്രമല്ല, ഇവിടെ പ്രശാന്ത് എന്ന് പറയുന്ന പ്രശാന്തന്റെ ഇടപെടലുകളും മറ്റും അന്വേഷിക്കേണ്ടതുണ്ട്. അതൊന്നും അന്വേഷിക്കുന്നില്ല. ആകെ അന്വേഷിച്ചത്, പോലീസ് പോലും അന്വേഷിച്ചത് നവീൻ ബാബു കൈക്കൂലി വാങ്ങിയോ ഇല്ലയോ എന്ന് മാത്രമാണ്. കൊടുക്കുന്നതും കുറ്റമാണ്, പക്ഷെ കൊടുക്കുന്നതിനെ കുറിച്ച് യാതൊരു മിണ്ടാട്ടവും ഇവിടെ ഇല്ല. അപ്പൊ പോലീസിന്റെ തുടക്കം മുതലുള്ള അന്വേഷണം തന്നെ ഇതിനെ അട്ടിമറിക്കാൻ വേണ്ടി പരിശ്രമിച്ചിരുന്നുവെന്നും അതിനുവേണ്ടി ഇൻക്വസ്റ്റ് തയ്യാറാക്കുമ്പോൾ തന്നെ പ്ലാൻ ചെയ്തിരുന്നുവെന്നും, പക്ഷെ ഇതൊന്നും അറിയാത്ത പോലീസുകാരിൽ ആരോ ഒരാൾ ഇതൊക്കെ കൃത്യമായി രേഖപ്പെടുത്തിയത്. അതാണ് ദൈവത്തിന്റെ കരങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഈ വിവരങ്ങൾ പുറത്തു വരുന്നത്. പല കാര്യങ്ങളും അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ പിന്നീട് അവർക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം പറഞ്ഞത് മാറ്റി പറയേണ്ട ചില സാഹചര്യങ്ങളുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ യാതൊരു പരിക്കും പൾസ് സംബന്ധമായോ മറ്റോ ഇല്ല എന്ന് പറയുമ്പോൾ പിന്നെ ഈ ബ്ലഡ് എവിടെ നിന്ന് വന്നു? അതിന് ഉത്തരം പറയണം. അതിന് പോലീസ് സർജന് പറയാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ, പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർക്ക് അത് പറയാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പറയേണ്ടതല്ലേ? എന്തുകൊണ്ടാണ് ഈ ബ്ലഡിനെ കുറിച്ച് കോടതിയിലൊന്നും പറയാത്തത്? എന്തുകൊണ്ടാണ് ഇത് അന്വേഷിക്കാതിരുന്ന് കോടതി CD ചോദിച്ചപ്പോൾ മാത്രം വളരെ പെട്ടെന്ന് റിപ്പോർട്ട് തയ്യാറാക്കിയത്? എന്തുകൊണ്ടാണ് നവീൻ ബാബുവിനൊപ്പം എന്ന് പറയുന്ന നമ്മുടെ സർക്കാർ, കേരള സർക്കാർ, കുറ്റവാളികൾ ആരായാലും അവർ ശിക്ഷിക്കപ്പെടണം എന്ന് വാശി പിടിച്ച് വാദിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ, നവീൻ ബാബുവിന്റെ കുടുംബം പറയുന്നത് ഇത് CBI അന്വേഷണം മതി, ഞങ്ങൾക്ക് ഈ ഒരു അന്വേഷണത്തിൽ യാതൊരു വിശ്വാസവുമില്ല എന്ന് പറയുമ്പോൾ CBI അന്വേഷണം വേണ്ട, ഇവിടെ കൃത്യമായ അന്വേഷണമാണ് നടക്കുന്നത്, അത്തരത്തിലൊരു പരിപാടിയെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തിടുക്കപ്പെട്ട് അതിനെ തടയിടാൻ ശ്രമിക്കുന്നത്, ഇതിൽ നിന്നൊക്കെ വായിച്ചെടുക്കുന്നത് എങ്ങനെയാ? തീർച്ചയായിട്ടും ഇതൊരു കൊലപാതകമാണ്. ഇത് അന്വേഷിക്കപ്പെടണം, ഇത് തെളിയപ്പെടണം. ഇത്തരത്തിൽ ഒരുപാട് ദുരൂഹതകൾ നീങ്ങണം.